പാണക്കാട് മൊയ്ൻ തങ്ങൾ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. റാഫി പുതിയ കടവ് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ മൊഴി രേഖപ്പെടുത്താനാണ് തങ്ങൾ ഹാജരായത്. മൊയ്ൻ തങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ പ്രശ്നമുണ്ടാക്കുമെന്നായിരുന്നു റാഫിയുടെ ഭീഷണി. സാജിദ് ഉണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. സാജിദ്, വിവരങ്ങൾ എന്തൊക്കെ? അനീഷ, മൊയ്ൻ തങ്ങൾ അല്പസമയം മുൻപാണ് മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. ഇദ്ദേഹം മലപ്പുറം CIക്ക് മൊഴി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റാഫി എന്ന ലീഗിന്റെ സജീവ പ്രവർത്തകൻ തന്നെ ഭീഷണിപ്പെടുത്തി വീൽ ചെയറിൽ മാത്രമേ ഇനി നടക്കാൻ കഴിയൂ, ഇതൊരു വധഭീഷണിയായി കണക്കാക്കണം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസിൽ പരാതി നൽകുകയും പോലീസ് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ റാഫി നേരത്തെയും മൊയ്ൻ തങ്ങളുടെ വാർത്താ സമ്മേളനത്തിലെ ബഹളം വെക്കുകയും ഇതേ തുടർന്ന് പാർട്ടി നടപടിയെടുക്കുകയും പോലീസ് കേസാവുകയും ചെയ്തിരുന്നു. ഇന്ത്യ വിഷൻ അക്രമക്കേസിലെ പ്രതി കൂടിയാണ് റാഫി. നമുക്കറിയാം, ഈ സമീപ ദിവസങ്ങളിലായി സമസ്തയ്ക്കുള്ളിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനകത്തും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ അബ്ദുൾ സമദ് സമദാനിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പാണക്കാട് കുടുംബത്തെ കുറിച്ച് പറഞ്ഞതിന് മറുപടി മൊയ്ൻ തങ്ങൾ പറഞ്ഞിരുന്നു. പാണക്കാട് കുടുംബത്തിന്റെ കൊമ്പും ചില്ലയും വെട്ടാൻ ആരും ശ്രമിക്കേണ്ട എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന. ഇതിന് മറുപടിയായി മൊയ്ൻ തങ്ങൾ പറഞ്ഞത് പാണക്കാട് കുടുംബത്തിന്റെ കൊമ്പും ചില്ലയും ആരും വെട്ടാൻ ശ്രമിക്കുന്നില്ല, അത് എല്ലാവരുടെയും തോന്നൽ ആണെന്നാണ് പറഞ്ഞിരുന്നത്. പാർട്ടി നേതാക്കളെ ഈ രീതിയിൽ വിമർശിക്കാൻ വന്നാൽ ആക്രമിക്കുമെന്നും അങ്ങനെ വീൽ ചെയറിലാക്കുമെന്നും ഇതൊരു വധഭീഷണിയായി കണക്കാക്കണമെന്നുമുള്ള ഓഡിയോ സന്ദേശമാണ് മൊയ്ൻ തങ്ങൾക്ക് റാഫി നൽകിയത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പരാതി നൽകുകയും ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ വധശ്രമം ഉൾപ്പെടെ വധഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി കേസെടുക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്.